തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ രാവും പകലുമില്ലാതെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമൊരുക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ. നല്ല സ്ക്രിപ്റ്റും അത് വിളിച്ചു പറയുന്നതിന്റെ താളവും ശബ്ദവും ആളുകളേറെ ആകർഷിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ പ്രധാന പാതകളിലും ഇടവഴികളിലും കാണുന്ന കാഴ്ചയാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന അനൗൺസ്മെന്റ് വാഹനങ്ങൾ. തെരഞ്ഞെടുപ്പ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണമാണ് അനൗൺസ്മെന്റുകൾ. നല്ല സ്ക്രിപ്റ്റും അത് വിളിച്ചു പറയുന്നതിന്റെ താളവും ശബ്ദവുമാണ് ആളുകളെ ആകർഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മലയോരത്തെ ശബ്ദകലാകാരന്മാരും തിരക്കിലാണ്. തങ്ങളുടെ രാഷ്ട്രീയം ഉള്ളിലൊതുക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി അനൗൺസ്മെന്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണിവർ. അനൗൺസ്മെന്റ് രംഗത്ത് 38 വർഷമായി പ്രവർത്തിക്കുന്ന വിനയൻ കാവുന്തലയുടെ നേതൃത്വത്തിലാണ് ചിറ്റാരിക്കൽ ഈട്ടിത്തട്ടിൽ ജസ്റ്റിൻ തോമസിന്റെ ഉടമസ്ഥതയിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു കൂട്ടം കലാകാരന്മാർ രാവും പകലുമില്ലാതെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമൊരുക്കുന്നത്. 1987 മുതൽ ഈ രംഗത്തുണ്ടെന്നും ഉപജീവനമാർഗമായ കൃഷിയുടെയും മറ്റ് തിരക്കുകളുടെയും ഇടയിൽ ആഹ്ലാദവും സന്തോഷവും കിട്ടുന്നതാണ് റെക്കോർഡിംഗിന്റെ സമയമെന്നും വിനയൻ പറയുന്നു. 1987 AK ആന്റണി ചിറ്റാരിക്കലിൽ വരുമ്പോൾ അതിന്റെ സ്വന്തമായി അനൗൺസ്മെന്റ് നിർവഹിച്ചുകൊണ്ടാണ് എൻ്റെ രംഗപ്രവേശം. അതിനു മുമ്പ് ഗ്രന്ഥശാല തുടങ്ങിയ നമ്മുടെ ചെറിയ നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് 92 തൊട്ട് കമേഴ്ഷ്യൽ അനൗൺസറായിട്ട് മാറി. മുമ്പേ പോയിട്ടുള്ള സമർത്ഥരായ അനൗൺസർമാരുടെ തണലിൽ പ്രവർത്തിക്കാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം 38ഓളം വർഷം കഴിയുന്നു. ജസ്റ്റിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ റെക്കോർഡിംഗ് മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നത്. ഇവിടെ വരുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിത പ്രശ്നമായ കൃഷിയും അതിൻ്റെ ജോലിയും ചെയ്യുന്നു. കൂടാതെ എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അതിൻ്റെ കോർഡിനേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ടെൻഷൻ ഇടയിൽ നിന്ന് ഒരു ആഹ്ലാദവും അനുഭൂതിയും സംതൃപ്തിയും കിട്ടുന്ന ഒരു നിമിഷങ്ങളും മണിക്കൂറുകളുമാണ്. രാത്രി 2 മണി വരെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വർക്കുകൾ ചെയ്യുന്നുണ്ടെന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉടമ കൂടിയായ ജസ്റ്റിൻ തോമസ്. നമ്മൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ചെയ്യുന്നുണ്ട്. ഇന്ന ആളുടെ അങ്ങനെയൊന്നുമില്ല. പാട്ടുകൾ ചെയ്യുന്നുണ്ട്, അനൗൺസ്മെന്റുകൾ ചെയ്യുന്നുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ അനൗൺസ്മെന്റുകൾ, സിംഗിൾ വോയിസിലുള്ള അനൗൺസ്മെന്റുകൾ, പിന്നെ മോഷൻ പോസ്റ്ററുകൾക്ക് വോയിസുകൾ ചെയ്യുന്നുണ്ട്, മോഷൻ പോസ്റ്ററുകൾ ചെയ്യുന്നുണ്ട്. രീതിയിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്ററുകളുടെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ബാക്കി ഓഡിയോ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് റീലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.